തന്നെ അവന് വണ്ടിയിൽ തൂറാനും കാറിൽ തൂറാനും ഒക്കെ ഉണ്ട്. പാവങ്ങൾക്ക് തിന്നാൻ തീറ്റിയില്ല. കോൺഗ്രസ് ജയിക്കും, ഇല്ലെങ്കിൽ ഇവിടെ പെണ്ണുങ്ങളെല്ലാം വലിച്ചീത്തോണ്ട് പോകും. അത് അങ്ങനത്തെ പാർട്ടിയാണ് BJP. വലിച്ചീത്തോണ്ട് പോകും. നിങ്ങൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയാലും എനിക്കൊന്നുമില്ല. ഞാൻ ഉറപ്പായിട്ട് പറയും, കോൺഗ്രസ് ഇല്ലയോ ഇതെല്ലാം മണ്ണും തരിപ്പണമാവും. കണ്ടോണ്ടിരിക്കണ ഞാൻ അതാണ് വാർത്ത കേട്ടോണ്ടിരിക്കുന്നത്. തരൂരാ അയാൾ തരൂര് തന്നില്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നിട്ടുണ്ട്. നല്ലപോലെ പാവങ്ങളല്ല 7 മാസം കൊണ്ട് പെൻഷൻ ഇല്ലാതെ പിച്ചതുണ്ടെന്ന് നിങ്ങളെ ഭരണവും കൊണ്ട് പിഴഞ്ഞോണ്ടിരിക്കുന്നു. പിണ തൂറി തന്നെ അവന് വണ്ടിയിൽ തൂറാനും കാറിൽ തൂറാനും ഒക്കെ ഉണ്ട്. പാവങ്ങൾക്ക് തിന്നാൻ തീറ്റിയില്ല. അരിക്ക് പോയിട്ട് പച്ചരി പോയി തരി 5 കിലോ കിട്ടി കൊണ്ടിട്ട് അടുപ്പിടുമ്പോ തിളച്ച് പിഞ്ചു കലങ്ങി കാടി. അതാണിപ്പം പിണനാര് തന്നത്. പക്ഷെ പിണറായി പാവല്ലേ? പാവം പരന്നിരിക്കുന്നത്. പരന്ന് മോക്ക് കൊട്ടാരക്കണക്കില് ഉണ്ട്. അവളിനി ഉണ്ടാക്കിയാണ് പിണാറ് തിന്നണത്. അങ്ങ് ഇഞ്ഞും ടൂറ് പോണേനെ ആ വണ്ടിക്കൂലി പാവങ്ങൾക്ക് കൊടുക്കാത്തത്. വണ്ടി ഓടിയ പൈസ പാവങ്ങൾക്ക് എടുത്ത് കൊടുത്തെങ്കിൽ പാവങ്ങള് ഇന്ന് സന്തോഷം. ഈ കടയില് പെൻഷൻ വരുമ്പോ ആളുകൾ 50 ഗ്രാം മുന്തിരി 100 ഗ്രാം 1/2 കിലോ ഒക്കെ വാങ്ങും. ഇപ്പൊ ഇതാ ഞങ്ങൾ വച്ചോണ്ടിരുന്ന് കാക്കണ്. പെൻഷൻ ഇല്ല, ആളുകൾ 1 പൈസക്ക് വാങ്ങിക്കാൻ പാവങ്ങൾ. ഇത് കേരളത്തിലും എല്ലാം പാവങ്ങളെ ഉള്ളു. ഇവിടെ കരിയനങ്ങളൊക്കെ അവർക്ക് ഈ പെൻഷൻ കിട്ടുമ്പോ ഓടി വന്ന് 1/2 കിലോ മുന്തിരിഞ്ഞ 1/4 കിലോ 1/2 കിലോ ഇത് ഒക്കെ വാങ്ങിച്ച് പറക്കി കൊണ്ടുപോകും. ഇപ്പൊ എന്തൊരു വാങ്ങിക്കണ്? ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് ഇന്ന് വാങ്ങിക്കുന്ന മുന്തിരി ഒരാഴ്ച വരെ ഇരിക്കും, അതെല്ലാം തൊഴിഞ്ഞു പോകും. അതുപോലെ തന്നെ ആപ്പിള് ഒരാഴ്ച വരെ ഇരിക്കും, പിന്നെ അതെല്ലാം പിതുങ്ങിപ്പോവും. എന്തൊരു കച്ചവടം ഞങ്ങൾ ജീവിക്കുന്നത്. ശരിയാക്കിയില്ലെങ്കിലും മനസമാധാനം. നിങ്ങളെ പോലെയുള്ള പെൺപിള്ളേര് ഇപ്പം കോളേജിൽ പോണു, സന്തോഷത്തോടെ പോണത്. അമ്മമാര് വീട്ടില് അമ്മച്ചി ഒരുപാട് അനുഭവിച്ചിട്ടുള്ള അമ്മച്ചിയാണ്. അമ്മച്ചിയുടെ ഞാൻ പറയണ്ട പോയി ഇവിടെയുള്ള കോളേജ് കുമാരികളെ പാനങ്ങൾ തോളിൽ തൂങ്ങി കിടന്ന് ഉറങ്ങി രാത്രിയാണ് പോണത്. കോൺഗ്രസ് ഭരിച്ചപ്പോ ഇതുപോലെയൊന്നും ഇല്ലായിരുന്നു. മാന്യമായിട്ട് പെൺപിള്ളേര് ഒരുവിധമൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്പം ആൺപിള്ളേരെ മടിയിൽ ഇങ്ങനെ പിടിച്ച് ഉള്ള പൈസ എടുത്ത് കടാറേന്ന് തിന്ന് അവര് തന്നെ പിള്ളേരെ മാന്യമായിട്ട് അവര് നിയമിക്കും പോലെയാണ് പെൺപിള്ളേരുടെ കളിക്കണത്. മനസ്സിലായോ?